നമസ്കാരം. യുദ്ധത്തിന്റെ മൂന്നാം വാർഷികത്തിൽ യുക്രൈനെ വീണ്ടും ആക്രമിച്ചിരിക്കുകയാണ് റഷ്യ. ഉക്രൈനെ മുഴുവനായി തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് റഷ്യ. 2022 ഫെബ്രുവരി 24-നാണ് റഷ്യ ആദ്യം ഉക്രൈനിൽ അധിനിവേശം നടത്തിയത്. നാറ്റോയുടെ ഭാഗമാകാനുള്ള ഉക്രൈനിന്റെ ശ്രമത്തിന് പിന്നാലെ ഉണ്ടായ തർക്കങ്ങളെ തുടർന്നാണ് റഷ്യൻ അധിനിവേശം ഉണ്ടായിരിക്കുന്നത്. ഉക്രൈനെതിരെ റഷ്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. കാർക്കീവ്, പൊൾത്താവ, സുമി, കീവ്, ചെർണീവ്, ഒഡേസ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങൾ ഉൾപ്പെടെ 13 സ്ഥലത്താണ് റഷ്യ ഒറ്റ ദിവസം ഒരേ സമയം വ്യാപകമായ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഉക്രൈനെ വ്യോമ പ്രതിരോധം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് മാസങ്ങളായി രാത്രിയിൽ റഷ്യ കൂട്ട ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത്. എന്നാൽ യുദ്ധത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. അതോടൊപ്പം നീതിയും ശാശ്വതവുമായ സമാധാനം ഉറപ്പാക്കാൻ രാജ്യത്തിന്റെ വിദേശ സഖ്യകക്ഷികളോട് ഐക്യത്തോടെ നിൽക്കാൻ ഉക്രൈനിയൻ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു. എല്ലാ പങ്കാളികളുടെയും ഐക്യത്തിലൂടെ ഇത് നേടിയെടുക്കാൻ കഴിയുമെന്നും നമുക്ക് മുഴുവൻ യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ശക്തി, ശാശ്വത സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ശക്തി ആവശ്യമാണെന്നും സെലൻസ്കി ജനങ്ങളോട് പറഞ്ഞു. 267 ഡ്രോണുകൾ ഒരുമിച്ച് റഷ്യ വിക്ഷേപിച്ചെന്നും ഇത് റെക്കോർഡാണെന്നും ഉക്രൈനിയൻ വ്യോമസേന കമാൻഡ് വക്താവായ യൂറി ഇഗ്നാറ്റ് ആക്രമണശേഷം പറഞ്ഞു. ഇതിൽ 138 ഡ്രോണുകൾ ഉക്രൈൻ വെടിവെച്ചിട്ടുണ്ട്. 119 എണ്ണം ഇലക്ട്രോണിക് യുദ്ധവിമാനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനെ തുടർന്ന് റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് ഉക്രൈൻ വ്യോമസേന പറഞ്ഞു. ഇവ കൂടാതെ 3 ബാലിസ്റ്റിക് മിസൈലുകളും റഷ്യ വിക്ഷേപിച്ചു. ആക്രമണത്തിൽ പ്രധാനമായും ഉക്രൈനിലെ 5 പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. ഉക്രൈന്റെ തലസ്ഥാനമായ കീവിൽ കനത്ത നാശമാണ് ആക്രമണത്തിലുണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിൽ 2 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം 1150 ആക്രമണ ഡ്രോണുകളും 1400-ലധികം ബോംബുകളും 35 മിസൈലുകളും റഷ്യ വിക്ഷേപിച്ചിരുന്നു. ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗോളതലത്തിൽ യുഎസിന്റെ നേതൃത്വത്തിൽ വൻ ചർച്ചകൾ നടന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളിലും സന്ദർശനം നടത്തി സമാധാനത്തോടെ പരിഹാരം കാണാൻ നിർദ്ദേശിച്ചിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.